ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു സൺഡേ മോർണിംഗ് ആട്ടോ. അപ്പം മോർണിംഗിൽ രാവിലെ തന്നെ ഞാനിതാ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നലെയൊക്കെ ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ ഇത് ഇഡ്ഡലിത്തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് പിന്നെ എല്ലാ ദിവസവും പണികൾ തന്നെയാണല്ലോ അല്ലേ. അതിൽ വലിയ കുറവൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ചോട്ട എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, വലിയ ആളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ എഴുന്നേൽക്കാൻ ഇന്ന് ലേറ്റായി. സൺഡേ അല്ലേ, ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാട്ടോ എഴുന്നേൽക്കുക. ഒരു 8 മണിയൊക്കെ ആയി എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചു. ഇനി ഇത് ആവിക്ക് വെക്കണം. ആവിക്ക് വെക്കുമ്പോൾ ടാസ്ക് എന്താ പറയുക, എൻ്റെ കൈ പൊള്ളുകയെ. ഞാനൊരു തുണികളെടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്, കാരണം ഇതിൻ്റെ അടപ്പ് അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ ഞാൻ ചിക്കൻ മേടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ കറി വെച്ചാൽ ഉച്ചക്ക് കറി വെക്കണ്ടല്ലോ, ഉച്ചക്കും ചിക്കൻ കറി തന്നെ എടുക്കാം. അപ്പോൾ എനിക്കിന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു കറി രാവിലെ തന്നെ അങ്ങ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചിക്കൻ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ചിക്കനും കൂടി ആക്കുന്ന തിരക്കാട്ടോ. വേറെ കറിയൊന്നും ആക്കിയില്ല. ഞാൻ ആദ്യം വെച്ച സാമ്പാറാക്കാമെന്ന് വെച്ചു. പിന്നെ ഇത് തന്നെ ആയാലും ഉച്ചയ്ക്ക് വേറെ ആക്കണ്ടല്ലോ, ഒരു തോരൻ മാത്രം ആക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്. അപ്പോൾ ചിക്കൻ കറി ഇതാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി പിന്നെ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കും. പിന്നെ ചിക്കനും ഇട്ട് കുരുമുളക് പൊടി ഇട്ട് പിന്നെ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ തേങ്ങ അരച്ചിട്ടോ അല്ലെ വറുത്തരച്ചിട്ടോ അങ്ങനെയൊന്നും വെക്കുന്നൊന്നുമില്ല. ചായക്ക് ഞാൻ വെള്ളം വെച്ചോട്ടെ, എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല. ഇവർക്ക് ദിയമുക്കും ചെറിയാക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ചായയൊന്നും. അതുകൊണ്ട് അവർക്ക് അര ഗ്ലാസ് രീതിയിലും ഞാനൊരു ഗ്ലാസ്. എനിക്ക് ഭയങ്കര അഡിക്റ്റാണ് ചായ, എന്നെ പോലെ അഡിക്റ്റുള്ളവർ. പിന്നെ ഇതിനൊരു കുരുമുളക് പൊടി എന്ന് പറഞ്ഞില്ലേ, നോക്കുമ്പോഴേക്കാ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നപ്പോഴേ ദിയമോള് പറഞ്ഞു ഞാൻ പൊടിച്ചേരാന്ന്. ഞാൻ ഇതിലാട്ടോ കുരുമുളക് പൊടിക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാട്ടോ ഇത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ് കോഫി പിന്നെ പൊടിയാക്കുന്നതാണെന്ന് തോന്നുന്നു. ബട്ട് ഞാനിങ്ങനെ കുരുമുളക് പൊടിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസില്ലേ അങ്ങനെ പൊടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് വർക്ക് ചെയ്തോളും. നമ്മൾ വേറെ എവിടെയോ മറ്റേ മിക്സി പോലെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടു. പിന്നെ അതെടുത്ത് വെച്ചു ക്ലീൻ ആക്കിയിട്ട്. പിന്നെ ലാസ്റ്റ് ഇതാ കുരുമുളക് ഇട്ടു. എൻ്റെ കുരുമുളക് ഇട്ട കറി കേട്ടോ. അപ്പോൾ ഇച്ചിരി എരിവും ഉണ്ടാവും, കറുത്ത കളറൊക്കെ വരും. അങ്ങനെ ദിയമോള് ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ചാറൊക്കെ എടുത്ത് മുകളിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ഇളക്കാട്ടോ ചെയ്യുന്നത്. ഞാൻ വെച്ചു എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കറിയൊക്കെ ആയിക്കഴിഞ്ഞ് ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.